രാജകുമാരിയായ അവൾ ഇന്നൊരു അനാഥയായി ഓടുകയാണ്. അവൾ എന്തിൽ നിന്ന് രക്ഷപ്പെടുന്നു? ഒരിക്കൽ അവൾ പ്രണയത്തിലായിരുന്നു. പക്ഷെ ആ പ്രണയം അവളെ തകർത്തു. ദമയന്തി. അവൾ വിശ്വസൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു. ഒരു ഹംസം അവളുടെ വിധിയെ മാറ്റിമറിച്ചു. നളൻ ധീരൻ, മഹത്തായ ഹൃദയമുള്ള രാജാവ്. അവന്റെ നിഴല് പോലും വിശ്വാസം നൽകും. അവൾ അവനെ കാത്തിരിക്കുന്നു. അവൾ സ്നേഹിച്ചു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിശബ്ദമായി, എന്നാൽ സത്യമായി, ഒരു പേരിനായി, ഒരു ജീവിതം മുഴുവൻ. രണ്ട് ഹൃദയങ്ങൾ ഒരേ സ്വപ്നം പങ്കിടുന്നു. ദൂരം വേറെയായാലും വിധി അവരെ ഒന്നിക്കുന്നു. ദേവന്മാർ പോലും അവളെ നോക്കി. അവളെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചു. അവളെ സ്വന്തമാക്കാൻ അവർ ഏത് അതിരും ഭേദിക്കാൻ തയ്യാറായിരുന്നു. സ്വയംവര ദിനം. വിധി തന്നെ കാത്തുനിന്നിരുന്നു. രാജാക്കന്മാർ, ശക്തിയും അഭിമാനവും. ആരാണ് യഥാർത്ഥ നളൻ? അവൾ മനസ്സിൽ ചിന്തിച്ചു. ആരായിരിക്കും യഥാർത്ഥ നളൻ? ദേവന്മാരല്ല, മനുഷ്യൻ. പ്രണയം ജയിച്ചു. പ്രണയത്തിന്റെ ശക്തിയും തീവ്രതയും അവൾക്ക് തുണയായി. രണ്ട് ഹൃദയങ്ങൾ ഒരു ആത്മാവായി ജീവിതത്തോണി തുഴയാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് പ്രതികാരത്തിന്റെ തുടക്കമല്ല, കാലമൊളിപ്പിച്ചൊരു ശാപം ഇപ്പോൾ കണ്ണു തുറക്കുകയാണ്. ഒരു കളി, ഒരു ചുഴറ്റൽ, ഭാഗ്യം മാത്രമല്ല വിധിയെയും മാറ്റുന്ന ഒരു നിമിഷം. ആദ്യ തോൽവി ഒരവസാനമല്ല, പക്ഷേ മുന്നറിയിപ്പ്. അവൾ ഭയപ്പെട്ടു. അവന്റെ തോൽവി കൊണ്ടല്ല, അവൻ നഷ്ടപ്പെടുന്നതുകൊണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും ശേഷിച്ചില്ല. ശക്തി കുറയുന്നു, പക്ഷേ നിൽക്കാൻ അവൾ തയ്യാറല്ല. ഇരുട്ട് അവരെ വിഴുങ്ങി. വിശപ്പ്, വേദന, ക്ഷീണം, ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും. അവന്റെ മനസ്സ് തകർന്നു. ചിന്തകൾ ശബ്ദമായി അവനെ അടച്ചിടും. അവൻ തീരുമാനിച്ചു, പറയാതെ നടക്കാനാണ്. അവളെ വിട്ടു. അവൾ അറിയാതെ അടുത്തിരുന്ന നിഴൽ മാറിപ്പോയി. ആര്യപുത്ര, അങ്ങെവിടെയാ? അവൾ ഒറ്റയായി. വന്യമൃഗങ്ങളും യുവജന്തുക്കളും വിഹരിക്കുന്ന കാനന ഹൃദയത്തിൽ പാതിമൈ നഷ്ടപ്പെട്ട അവൾ ഒറ്റയായി. ആദ്യം വന്നത്.
ഭക്ഷണം തേടി കൈ നീണ്ടു. പക്ഷേ ഭയം മുന്നിൽ. ശരീരം മനസ്സിനേക്കാൾ വേഗം തളർന്നു. വീഴാൻ തോന്നിയപ്പോൾ അവൾ മുന്നോട്ടുള്ള ജീവിതമാണ് തിരഞ്ഞെടുത്തത്. ജീവിക്കാൻ ഒരു മോഹം. അവൾ ധീരയായി തന്നെ ജീവിതരണത്തിൽ പോരാടി. വിശപ്പും ക്ഷീണവും വീണ്ടും അവളെ തളർത്തിക്കളഞ്ഞു. കാട്ടിൽ ഓരോ ശബ്ദവും ഭയം ജനിപ്പിക്കുന്നതായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം. മൃഗങ്ങളുടെ നിഴൽ അവളെ പിന്തുടർന്നതായി അവൾക്ക് തോന്നി. കാരണം ആ കാട്ടിൽ അവൾ തനിച്ചാണ്. ഓരോ പടിയും അപരിചിതരുടെ കണ്ണുകൾ അവളെ പേടിപ്പിച്ചു. പാതിവൃത്യവും ജീവനും രക്ഷിക്കാൻ അവൾ മറഞ്ഞു നിന്നു. സുരക്ഷിതമായൊരിടം തേടി ഓടാൻ പോലും അവൾക്ക് ശക്തിയില്ലായിരുന്നു. പ്രകൃതിയും അവളെ പരീക്ഷിച്ചു. പക്ഷേ അവൾ വീണ്ടും എഴുന്നേറ്റു, സർവശക്തിയും സംഭരിച്ച്. കാട്ടിൽ അവളെ ഇനി കാത്തിരിക്കുന്നതെന്ത്? ജീവിതമോ മരണമോ?